വയസ്സാകുന്തോറും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. ഇനി പിന്നെ എന്ത് ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കും. വാസ്തവത്തിൽ അത് ശരിയൊന്നും അല്ല കേട്ടോ. നമ്മൾ വയസ്സായി പോകുന്ന എപ്പോഴാണെന്നറിയോ? നമുക്കൊരു സ്വപ്നം ഇല്ലാണ്ടാവുമ്പോഴാണ്. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് മീനിങ് ആണെന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം എന്താ? റിവാർഡിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ എൻറ്റയർ ബോഡി സിസ്റ്റം നല്ല രീതിയിൽ ഇടയ്ക്കിടെ റീബൂട്ട് ആയിക്കൊണ്ടേയിരിക്കണം, അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്റ്റീവ് ഡേ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കിയാലോ? നമസ്കാരം, ഞാൻ വിദ്യ നായർ. നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേയെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ വരികൾ എന്ന് പറയുന്നത്, സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നത് എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ അല്ല, നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പ്രായമേറിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇടയായിട്ട് എനിക്ക് മനസ്സിലായി, പ്രായം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവണം, അപ്പോഴാണ് റിവാർഡിങ് ആകുന്നത് എന്നത്. അതുകൊണ്ട് അഡാപ്റ്റ് ചെയ്തൊരു രീതിയാണ് 3-3-3 എന്ന് പറയുന്നത്. 3 മണിക്കൂർ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മള് പെട്ടെന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്കിലേക്ക് നമ്മൾ എഫേർട്ട് കൊടുക്കും, എനർജി കൊടുക്കും. അങ്ങനെ ആ 3 മണിക്കൂർ വളരെ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം 3 ഷോർട്ട് ടാസ്ക് കൂടി കാണും കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ 3 ഷോർട്ട് ടാസ്ക് കൂടി ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം 3 മണിക്കൂർ ആ മേജർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു, 3 ഷോർട്ട് ടാസ്കുകൾ അച്ചീവ് ചെയ്തു. എന്റെ റിവാർഡിംഗ് സിസ്റ്റം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ 3 മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് കൂടി ചെയ്യും. അതൊരു പക്ഷെ പഠിച്ച കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കാം. ഹെൽത്തും വെൽനെസ്സും വെൽബീയിങ്ങും ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ 3-3-3 എന്നുള്ള രീതിയിൽ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഇടാൻ തുടങ്ങി. ആ ചെക്ക് ലിസ്റ്റിനെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഞാൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തല്ലോ, ഒരു ദിവസം കൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പൊ എനിക്ക് ജീവിക്കാൻ തോന്നുന്നത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും. ഈ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി അഥവാ തുടക്കത്തിൽ തന്നെ ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം അച്ചീവ് ചെയ്യാൻ പാകത്തിന് ഒരു ഗോൾ എങ്കിലും നമുക്കുണ്ടായിരിക്കും എന്ന് നമ്മളൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അത് ചെയ്യുക. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോളുകളായിരിക്കണേ തുടക്കത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴും നമ്മുടെ ദിവസങ്ങൾ പ്രൊഡക്റ്റീവായി മാറും. ഇതുപോലുള്ള ടിപ്സും കുറെ അധികം അറിവുകളും ഒക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.